ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മലങ്കര കാത്തലിക് TV സംപ്രേഷണം ചെയ്യുന്ന സന്തോഷത്തിൻ്റെ സദ്വാർത്ത പരമ്പരയുടെ 97-ാം എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹൃദയപൂർവ്വം സ്വാഗതം. ഇന്ന് തേജസ്കരണത്തിന് ശേഷമുള്ള 4-ാം ഞായറാഴ്ച. കർത്താവായ യേശു സഭയിലെ ശുശ്രൂഷയെക്കുറിച്ചും അധികാരത്തെക്കുറിച്ചും പഠിപ്പിക്കുന്ന ഒരു വേദഭാഗം. മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള വചനഭാഗമാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിനും ധ്യാനത്തിനുമായി സഭ തരുന്നത്. ഈ സുവിശേഷത്തിൻ്റെ സമാന്തര ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 20 മുതൽ 28 വരെയുള്ള വചനഭാഗത്ത് നാം വായിക്കുന്നുണ്ട്. സെബെദീപുത്രന്മാർ കർത്താവിനെ സമീപിച്ച് തൻ്റെ മഹത്വത്തിൽ യേശു പ്രവേശിക്കുമ്പോൾ യേശുവിൻ്റെ വലതുവശത്തോ ഇടതുവശത്തുമായി 2 സഹോദരന്മാരെ ഇരുത്തണമെന്നുള്ള അപേക്ഷയാണ് അവർ മുന്നോട്ട് വയ്ക്കുക. മർക്കോസിൻ്റെ സുവിശേഷപ്രകാരം അവർ 2 പേരും വന്ന് യേശുവിനോട് ഈ കാര്യം ചോദിക്കുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ അവതരണത്തിൽ സെബെദീപുത്രന്മാരുടെ അമ്മയാണ് ഈ അഭ്യർത്ഥനയുമായി യേശുവിൻ്റെ മുമ്പിൽ വരിക. അവിടെ യേശു അവരെ ശ്രവിക്കുന്നതും യേശുവിനോട് അവർ തങ്ങളുടെ അഭ്യർത്ഥന ഉണർത്തിക്കുന്നതും യേശു അതിന് കൊടുക്കുന്ന മറുപടിയും ഈ ഒരു സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിഷ്യസമൂഹത്തിന് യേശു കൊടുക്കുന്ന ഉപദേശവുമാണ് ഇന്നത്തെ നമ്മളുടെ പരിചിന്തനത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തേക്ക് കടന്ന് ചിന്തിക്കാം. സെബെദീപുത്രന്മാർ യാക്കോബും യോഹന്നാനുമാണെന്ന് നമുക്കറിയാം. ഈ യാക്കോബും യോഹന്നാനും പത്രോസിനോടൊപ്പം കർത്താവിൻ്റെ ശിഷ്യഗണത്തിൽ എപ്പോഴും യേശുവിൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾക്ക് സാക്ഷിയായവരാണ്. തേജസ്കരണ കാലം എന്ന രീതിയിൽ നാം ഇപ്പോൾ ആചരിക്കുമ്പോൾ ഈ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് നടന്ന തേജസ്കരണ തിരുനാളിൽ തേജസ്കരണ സംഭവം അവതരിപ്പിക്കുന്നിടത്ത് താബോർ മലയിൽ യേശുവിന് മറുരൂപപ്പെടൽ പശ്ചാത്തലത്തിൽ യാക്കോബും യോഹന്നാനും പത്രോസും യേശുവിനോട് കൂടി ആയിരിക്കുകയും യേശുവിൻ്റെ ഈ രൂപാന്തരീകരണം, മഹത്വത്തിലേക്കുള്ള രൂപാന്തരീകരണം ദർശിക്കുകയും അതിന് സാക്ഷികളാവുകയും ചെയ്തവരാണ്. അവിടെ വെച്ച് തന്നെ പത്രോസ് യേശുവിനോട് പറയുന്നുണ്ടല്ലോ, കർത്താവേ, ഞങ്ങൾ 3 കൂടാരങ്ങൾ പണിയാം. 1 നിനക്ക്, 1 മോശയ്ക്ക്, 1 ഏലിയായ്ക്ക്. അവിടെ പത്രോസ് യേശുവിന് വേണ്ടി പണിയുന്ന ആ കൂടാരത്തിൽ തൻ്റെ ശിഷ്യഗണത്തിനും സ്ഥാനമുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആ മഹത്വത്തിൽ അവസ്ഥയിൽ കഴിയുവാൻ, അവിടെ തുടരുവാൻ ആഗ്രഹിക്കുന്ന വചസ്സുകളായിട്ടാണ് നാം ഇത് മനസ്സിലാക്കുക. അവിടെ മൗനം പാലിക്കുന്ന സെബെദീപുത്രന്മാർ കർത്താവിനോട് വീണ്ടും ഈ മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ തങ്ങൾക്കും അതിന് ഓഹരി കിട്ടണമെന്നുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് യേശുവിന് മുമ്പിൽ ഒരു അഭ്യർത്ഥനയുമായി കടന്നു വരികയാണ്. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നാം ഇന്ന് വായിച്ചു കേട്ട, നാം ഇന്ന് ചിന്തിക്കുന്ന ഈ വേദഭാഗത്തിന് തൊട്ട് മുമ്പുള്ള വേദഭാഗം യേശുവിൻ്റെ പീഡാനുഭവ മരണ ഉദ്ധാന പ്രവചനത്തിൻ്റെ 3-ാം പ്രവചനം ഉൾക്കൊള്ളുന്നതാണ്. മർക്കോസിന്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ 3 പീഡാനുഭവ മരണ ഉദ്ധാന പ്രവചനങ്ങൾ ഉണ്ട്. അതിൽ 3-ാമത്തേത് ഈ സെബെദീപുത്രന്മാരുടെ അഭ്യർത്ഥനയ്ക്ക് തൊട്ട് പിമ്പിൽ നിൽക്കുന്ന വേദഭാഗമാണ്. അവിടെ കർത്താവ് പീഡയനുഭവിച്ച് മരിച്ച് തൻ്റെ മഹത്വത്തിലേക്ക്, ഉദ്ധാനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ് നാം കാണുക. ആ ഉദ്ധാനത്തിൻ്റെ മഹത്വം, പീഡാനുഭവം കുരിശ് മഹത്വമാണെന്ന് പറയുന്ന യോഹന്നാനിൽ വ്യത്യസ്തമായി കുരിശിന് ശേഷം ഉയർപ്പിലൂടെ, സ്വർഗാരോഹണത്തിലൂടെ മഹത്വത്തിൽ പ്രവേശിക്കുന്ന
യേശുവിനെ അവതരിപ്പിക്കുകയാണ് മർക്കോസ് സുവിശേഷകൻ. ഈ മഹത്വത്തിൽ പങ്കുപറ്റുക, അതാണ് അവരുടെ ചിന്ത. അതുകൊണ്ടാണ് ഈ സംഭവം അവതരിപ്പിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ മർക്കോസ് സെബെദീപുത്രന്മാരുടെ അഭ്യർത്ഥന അവതരിപ്പിക്കുന്നത്. അവിടെ സെബെദീപുത്രന്മാരായ യാക്കോബും യോഹന്നാനും യേശുവിനെ സമീപിച്ച് ചോദിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്, ഗുരു, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നത് എന്തും ഞങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇഷ്ടശിഷ്യരായ അവർ ചോദിക്കുന്നത് എന്തും തങ്ങളുടെ ഗുരുവായ യേശു ചെയ്തു കൊടുക്കുമെന്നുള്ള ഉറപ്പ്. ആ ഉറപ്പിന്മേലാണ് ഈ ചോദ്യം അവർ ഉന്നയിക്കുക, ഈ അപേക്ഷ അവർ മുന്നോട്ട് വയ്ക്കുക. യേശു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അവർ വളരെ കൃത്യമായി പറയുകയാണ്, അങ്ങയുടെ മഹത്വത്തിൽ ഞങ്ങളിൽ ഒരാൾ അങ്ങയുടെ വലതുവശത്തും മറ്റേയാൾ ഇടതുവശത്തും ഇരിക്കുവാൻ ഉള്ള വരം ഞങ്ങൾക്ക് തരണം. മഹത്വത്തിലിരിക്കുന്ന യേശുവിൻ്റെ സിംഹാസനം അവരുടെ കാഴ്ചപ്പാടിൽ അത് മഹത്വത്തിൻ്റെതാണ്, അധികാരത്തിൻ്റെതാണ്. അതിൽ പങ്കുപറ്റുവാനുള്ള അവരുടെ ആഗ്രഹം. അത് സഹോദരരായ യാക്കോബും യോഹന്നാനും പങ്കിട്ട് വാങ്ങണം എന്നുള്ള ചിന്തയിലാണ് യേശുവിനോട് ഈ ചോദ്യം ചോദിക്കുന്നത്. യേശു അതിന് കൊടുക്കുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. യേശു പ്രതിവചിച്ചു, നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്തെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങൾ ലൗകികമായി ഒരു അധികാരത്തിന് വേണ്ടി, സ്ഥാനത്തിന് വേണ്ടിയുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചത്. പക്ഷേ അതിൻ്റെ അന്തരാർത്ഥങ്ങൾ നിങ്ങൾ അറിയുന്നില്ല എന്ന് പറഞ്ഞിട്ട് യേശു ചോദിക്കുകയാണ് അവരോട്. അവർക്ക് അവരുടെ മുമ്പിൽ ഒരു ചിന്ത ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനോ ഞാൻ സ്വീകരിക്കുന്ന സ്ഥാനം സ്വീകരിക്കുവാനോ നിങ്ങൾക്ക് കഴിയുമോ? ഒരു ചലഞ്ചാണ് യേശു, ഒരു വെല്ലുവിളി ഉണർത്തിക്കുകയാണ് യേശു. യേശുവിൻ്റെ പാനപാത്രം അത് പീഡാനുഭവത്തിൻ്റെ പാനപാത്രമാണ്. പാനപാത്രം എന്ന് പറഞ്ഞാൽ അത് പീഡാനുഭവത്തിൻ്റെ ദുഃഖത്തിൻ്റേതാണ്. മാമോദീസ എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണത്തിൻ്റെ നാന്ദി കൂടിയാണ്. അവിടെ നിന്ന് സ്വീകരിക്കുന്ന മാമോദീസ പീഡാനുഭവത്തിൻ്റെ മാമോദീസയാണ്. കുടിക്കുന്ന പാനപാത്രവും മുങ്ങുന്ന സ്നാനവും നിങ്ങൾക്ക് സ്വീകരിക്കുവാൻ പറ്റുമോ എന്നുള്ള യേശുവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ പറ്റും എന്നവർ ഉത്തരം പറയുകയാണ്. യേശുവിനോട് ചേർന്ന് നടന്ന ശിഷ്യന്മാർ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും അവർക്ക് പങ്കുചേരാൻ പറ്റുമെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ട് മറുപടി കൊടുക്കുകയാണ്. നീ സ്വീകരിക്കുന്ന മാമോദീസ സ്വീകരിക്കുവാനും നീ കുടിക്കുന്ന പാനപാത്രം കുടിക്കുവാനും ഞങ്ങൾക്ക് പറ്റും. സത്യത്തിൽ അവരുടെ ശിഷ്ടകാല ജീവിതത്തിൽ അവർ തെളിയിച്ചിട്ടുണ്ടത്. യാക്കോബാണ് അപ്പസ്തോലന്മാരിൽ വെച്ച് ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷി. യേശുവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് യേശുവിന് വേണ്ടി ജീവൻ ബലികഴിക്കാൻ തയ്യാറായവന് അവർ ഏറ്റുപറയാൻ പറ്റുമായിരുന്നു, ഞങ്ങൾ പാനപാത്രം കുടിക്കും, ഞങ്ങൾ ആ സ്നാനം സ്വീകരിക്കും. അത് മനസ്സിലാക്കുന്ന യേശു അവരോട് പറയുകയാണ്, ഞാൻ കുടിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കും, ഞാൻ സ്വീകരിക്കുന്ന സ്നാനം നിങ്ങൾ സ്വീകരിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തോ ഇടതുവശത്തോ ഇരിക്കുവാനുള്ള വരം നൽകുന്നത് ഞാനല്ല, അതാർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഈ പ്രഥമദൃഷ്ട്യാ നമുക്ക് തോന്നും അത് പിതാവ് കൊടുക്കുന്നതാണ്. തീർച്ചയായും അത് പിതാവിൻ്റെ ഒരു തീരുമാനമാണ്. പക്ഷേ ആ തീരുമാനം കേവലം പിതാവ് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല, മറിച്ച് ആത്മീയ ജീവിതത്തിൽ നാം നേടിയെടുക്കേണ്ട ഒന്നാണ്. അതുകൊണ്ട് ഇപ്രകാരമുള്ള വരം നേടിയെടുക്കുവാൻ പ്രാപ്തരായി അവരുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം അവർക്കുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുക, അതാർക്കു വേണ്ടി സജ്ജമാക്കപ്പെട്ടിരിക്കുന്നതോ അത് അവർക്ക് ലഭിക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും എന്ന് യേശു പറയുകയാണ്. ഇപ്രകാരം അവരുടെ ചോദ്യത്തിന് മാനുഷികമായ രീതിയിലുള്ള അവരുടെ ചോദ്യത്തിന് ആത്മീയമായ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട്, ദൈവശാസ്ത്രപരമായ ഒരു ഉത്തരം പറഞ്ഞുകൊണ്ട് യേശു അവരെ ബോധ്യപ്പെടുത്തുകയാണ്, പീഡാനുഭവത്തിൻ്റെ വഴിയിലൂടെ യേശുവിനെ പിൻചൊല്ലുന്നവന് മാത്രമേ മഹത്വത്തിലേക്ക് പ്രവേശിക്കുവാൻ പറ്റുകയുള്ളൂ എന്ന്. ഈ സംഭവത്തിന് മറ്റൊരു ഭാഗം, ഇത് തുടർന്ന് വരുന്ന ഭാഗം ശ്രദ്ധേയമാണ്. ഈ യേശുവും സെബെദീപുത്രന്മാരും തമ്മിലുള്ള സംവാദം, അവർ തമ്മിലുള്ള ചർച്ച കേൾക്കുന്ന മറ്റപ്പസ്തോലന്മാർ ഇത് കേട്ടപ്പോൾ അവർക്ക് യാക്കോബിനോടും യോഹന്നാനോടും അമർഷം തോന്നി എന്ന് സുവിശേഷകൻ രേഖപ്പെടുത്തുന്നു. കേവലം
ഒരു അമർഷമായി അല്ല ഇതിനെ നാം കാണുക, മറിച്ച് ഇത് ഒരു അസൂയയിലേക്ക് വളരുന്നതായിട്ടാണ് യേശു ദർശിക്കുക. അപ്പസ്തോല ഗണത്തിൽ 2 പേർക്ക് സ്ഥാനം ലഭിക്കുമെന്നുള്ള ചിന്ത മറ്റപ്പസ്തോലന്മാരെ മഥിച്ചതുകൊണ്ടാകാം അവർ അതിൽ അമർഷം പ്രകടിപ്പിച്ചത്. അവരുടെ ചിന്ത കേവലം അമർഷം എന്നതിലുപരിയായി അസൂയയിലേക്ക് പോകുന്നു. അവരുടെ സമൂഹത്തിൽ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള വടംവലി നടക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി യേശു ശിഷ്യന്മാരെ എല്ലാവരെയും അടുത്ത് വിളിച്ചിട്ട് തുടർന്ന ഭാഗത്ത് കൊടുക്കുന്ന ഉപദേശം വളരെ ശ്രദ്ധേയമാണ്. യേശു അവരെ അടുത്ത് വിളിച്ചു പറഞ്ഞു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അവരുടെ മേൽ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. 2 തലങ്ങൾ യേശു അവതരിപ്പിക്കുകയാണ്. ക്രിസ്തു ശിഷ്യരുടെ ദൈവികമായ ഒരു തലമുണ്ട്, ഈ ലോകത്തിൻ്റെതായ വിജാതീയരുടെ അധികാരികളുടെ ഒരു മനോഭാവവും തലവുമുണ്ട്. ഇത് തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്ന് യേശു അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അതുകൊണ്ട് യേശു പറയുന്നു, വിജാതീയരുടെ ഭരണകർത്താക്കൾ അധികാരം പ്രയോഗിക്കുന്നവരാണ്, അധികാരം ആസ്വദിക്കുന്നവരാണ്. അവരുടെ പ്രമാണികൾ അവരുടെ മേൽ അധികാരം പ്രയോഗിച്ച് അവരെ കീഴ്പ്പെടുത്തുന്നവരാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. ശിഷ്യന്മാരുടെ യേശു പറയുകയാണ്, നിങ്ങൾ അങ്ങനെ ആയി ജീവിക്കാൻ പാടില്ല. നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ആകരുത്. നിങ്ങളിൽ വലിയവൻ ആകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനായിരിക്കണം. ഈ ലോകത്തിൻ്റെതായ ചിന്തയ്ക്ക് വ്യത്യസ്തമായ ഒരു ചിന്താധാര യേശു തൻ്റെ ഈ ഉപദേശത്തിലൂടെ ശിഷ്യഗണത്തിന് കൈമാറുകയാണ്. സ്നേഹമുള്ളവരെ, ഈ അധികാരം എന്നുള്ളത്, അതിന് ഗ്രീക്ക് വാക്ക് നാം കാണുന്നത് എക്സൂസിയ എന്ന വാക്കാണ്. എക്സൂസിയ എന്ന് പറഞ്ഞാൽ പവർ എന്നാണ് ആ വാക്കിൻ്റെ വാച്യാർത്ഥം. അധികാരം, ശക്തി. പലപ്പോഴും അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ അവർക്കുള്ള അവകാശമായി അധികാരത്തെ കാണുകയും അത് മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കുകയും ചെയ്യുന്ന ഒരു സാമാന്യ ജനതയുടെ പാരമ്പര്യം, അതാണ് യേശു പറയുക. എന്നാൽ സഭയിൽ ഈ എക്സൂസിയ, ഈ അധികാരം, അത് സേവനത്തിനുള്ളതാണ്. അതുകൊണ്ടാണ് പൗരോഹിത്യ ശ്രേണികളിൽ, പട്ടത്തിൻ്റെ ശ്രേണികളിൽ ഡയക്കോണേറ്റ്, ഡിയാക്കോണിയ, ശുശ്രൂഷ എന്നുള്ളത് പൗരോഹിത്യത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള ഒരു പട്ടമായി ക്രമീകരിച്ചിരിക്കുന്നത്. സേവനത്തിലൂടെയാണ് ശുശ്രൂഷയിലേക്ക് കടക്കുക. യേശു പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാനാണ്, ഞാൻ ശുശ്രൂഷിക്കപ്പെടാനല്ല ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ ശുശ്രൂഷിക്കുവാനാണ് വന്നിരിക്കുന്നത്. യേശുവിൻ്റെ ജീവിതം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്നു. അതുകൊണ്ട് സഭയിലെ അധികാരത്തെ കൃത്യമായ രീതിയിൽ നാം മനസ്സിലാക്കണം. അത് ഒന്നാമനാകുന്നവൻ ദാസനാകാനും വലിയവനാകുന്നവൻ ശുശ്രൂഷിക്കുവാനുമാണ് എന്ന് നാം തിരിച്ചറിയണം എന്ന് ശിഷ്യന്മാരോട് പറയുകയാണ്. സ്നേഹമുള്ളവരെ, ഇവിടെ ഈ അധികാരം മാനുഷികമായ രീതിയിൽ നമ്മളുടെ ആധുനിക ലോകത്തിൽ നാം കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണ ശ്രേണികളിൽ മിനിസ്റ്റർ എന്ന് പറയുന്ന വാക്ക് നാം സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഒരു മന്ത്രിക്ക് നാം ഉപയോഗിക്കുന്നതാണ് മിനിസ്റ്റർ. സത്യത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം ശുശ്രൂഷ എന്നാണ്. ടു മിനിസ്റ്റർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ശുശ്രൂഷിക്കുക എന്നാണ്. ഒരു മിനിസ്റ്റർ സമൂഹത്തെ സേവിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ്. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ നമ്മളുടെ അധികാര ശ്രേണികളിൽ ഈ സ്ഥാനത്തേക്ക് നാം ഉയർത്തപ്പെടുമ്പോൾ മറ്റുള്ളവരുടെ ശുശ്രൂഷ വാങ്ങുന്നതിനും വലിയവനായി തങ്ങളെ തന്നെ വലിയവരായി അവതരിപ്പിക്കുന്നതിനും ആ അധികാരം മറ്റുള്ളവരുടെ മേൽ പ്രയോഗിക്കുന്നതിനും ശ്രദ്ധിക്കുകയാണ്. യേശുവിൻ്റെ ആത്മീയമായ തലത്തിലുള്ള അധികാരം വ്യത്യസ്തമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. നമുക്കറിയാം, സഭയിൽ ഉന്നത ശ്രേണിയിൽ ഉള്ള വ്യക്തിയാണ് നമ്മുടെ പാപ്പ തിരുമേനി, മാർപ്പാപ്പ. ഈ മാർപ്പാപ്പയ്ക്ക് ഔദ്യോഗികമായി പറയുന്ന ഒരു വാക്കാണ്, ലത്തീനിൽ പറയും അദ്ദേഹത്തിൻ്റെ ശീർഷകമായിട്ട് സെർവൂസ് സെർവോരും ദേയി. സെർവൂസ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം സെർവൻ്റ് എന്നാണ്. സെർവൂസ് സെർവോരും ദേയി എന്ന് പറഞ്ഞാൽ ദൈവദാസന്മാരുടെ ദാസൻ എന്നാണ്. തത്വത്തിൽ ദൈവദാസന്മാരായുള്ള ദൈവജനത്തിൻ്റെ ദാസനായി നിയമിതനാകുന്ന വ്യക്തിയാണ് സഭയുടെ ദൃശ്യ തലവനായിരിക്കുന്ന മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ ആ ദൈവശാസ്ത്രപരമായി അദ്ദേഹത്തിന് കൊടുക്കുന്ന നാമമാണത്.
ഇതിൻ്റെ അർത്ഥം സഭയിൽ എല്ലാ ശുശ്രൂഷകളും അധികാരത്തിലുള്ള ഓരോ ശ്രേണികളും ശുശ്രൂഷിക്കുവാനുള്ളതാണ് എന്ന് അപ്പസ്തോലന്മാരായ ശിഷ്യന്മാർക്ക് കർത്താവ് അത് കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ് ഈ സബദീപുത്രന്മാരുടെ സംഭവത്തിൻ്റെ അവസാനമായിട്ടുള്ള ഈ ഭാഗത്ത്. അവിടെ നിന്ന് വീണ്ടും പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനാണ്. മനുഷ്യപുത്രൻ എന്ന് യേശു തന്നെ പലപ്പോഴും വിശേഷിപ്പിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 9-ാം തിരുവചനം മുതലുള്ള ഭാഗത്ത് ഒരു മനുഷ്യപുത്രൻ മേഘത്തിൽ അധികാരത്തോടുകൂടി വിധിയാളനായി വരുന്നതിൻ്റെ ഒരു ദർശനം അവതരിപ്പിക്കുന്നുണ്ട്. പുതിയ ഉടമ്പടിയിൽ മനുഷ്യപുത്രനായ യേശു, വിധിയാളനായ യേശു, ദൈവപുത്രനായ യേശു ഈ ദർശനത്തിലുള്ള മനുഷ്യപുത്രൻ്റെ സ്ഥാനമാണെന്നാണ് ബൈബിൾ വ്യാഖ്യാതാക്കൾ പറയുക. അപ്രകാരം അധികാരത്തിൽ വരുന്ന ഈ മനുഷ്യപുത്രൻ്റെ ചിത്രം പഴയ ഉടമ്പടിയിൽ ഒരു ദർശനമായി നാം കാണുമ്പോൾ, മറ്റുള്ളവരെ വിധിക്കുവാനായിട്ട് വരുമ്പോൾ, അവരെ രക്ഷിക്കുവാനായിട്ട് വരുന്ന മനുഷ്യപുത്രൻ്റെ ചിത്രവുമായിട്ട് താതാത്മ്യം പ്രാപിക്കുകയാണ്. ഇവിടെ പുതിയ ഉടമ്പടിയിൽ യേശു ഈ ദർശനത്തിൽ തന്നെ അവതരിപ്പിക്കുമ്പോൾ പറയുന്നു, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് തൻ്റെ സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകുവാനുമാണ്. മോചനദ്രവ്യം എന്ന് പറയുന്നത് നമുക്കറിയാം. ആരെയെങ്കിലും തടവിലാക്കിയാൽ അവരെ വിട്ടുകൊടുക്കുന്നതിന് ആവശ്യപ്പെടുന്ന പണമാണ് മോചനദ്രവ്യം. പാപം വഴിയായിട്ട് തടങ്കലിലാക്കപ്പെട്ടിരിക്കുന്ന ഈ സമൂഹത്തെ വിടുതലാക്കണമെങ്കിൽ പിതാവാൻ ദൈവം തൻ്റെ പുത്രൻ്റെ ജീവനാണ് അതിന് മോചനദ്രവ്യമായി സമർപ്പിച്ചത്. ആ സന്തോഷത്തോടെ പിതാവിൻ്റെ ഹിതമായി ഏറ്റുവാങ്ങിയ യേശു തൻ്റെ ജീവിതത്തിലെ പീഡാനുഭവ മരണ രഹസ്യങ്ങളിലൂടെ കടന്നു പോയിട്ടാണ് ഉദ്ധാനത്തിൻ്റെ രഹസ്യത്തിലേക്ക് ഉയർന്നത്. നമുക്ക് ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ, ഈ വേദഭാഗം ശ്രവിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഈ വലിയ രക്ഷാകര സംഭവത്തിൻ്റെ മർമ്മങ്ങൾ മനസ്സിലാക്കാം. അവിടെ നിന്ന് പീഡ അനുഭവിച്ച് മരിച്ച് മഹത്വപൂർണ്ണമായ ഉദ്ധാനത്തിലേക്ക് പ്രവേശിച്ചു. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായ്ക്ക് തൻ്റെ 4-ാം സുവിശേഷകന് കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും ഉദ്ധാനവും ഒരു സംഭവമാണ്. മഹത്വത്തിൻ്റെ വിവിധ പടവുകളാണത്. അതുകൊണ്ട് ഉദ്ധാനം ചെയ്തത് മാത്രമല്ല ആ സുവിശേഷകൻ്റെ ദർശനത്തിൽ മഹത്വം, പീഡാനുഭവവും മഹത്വവുമാണ്. കർത്താവ് തൻ്റെ ജീവൻ മോചനദ്രവ്യമായി മറ്റുള്ളവരുടെ വിടുതലിന് വേണ്ടി സമർപ്പിക്കുന്നു എന്നുകൂടി, തൻ്റെ ദൗത്യം എന്താണെന്ന് കൂടി പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ സുവിശേഷ ഭാഗം അവസാനിക്കുക. സ്നേഹമുള്ളവരെ, സബദീപുത്രന്മാരുടെ അഭ്യർത്ഥന എന്ന ഈ വേദഭാഗം വിശകലനം ചെയ്ത് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരുടെ അധികാരത്തെക്കുറിച്ചുള്ള സഭയിലെ ചിന്ത, ദൈവികമായി അതിനെ വ്യാഖ്യാനിക്കേണ്ട ഭാഗം, യേശു അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന എളിമയുടെ പാഠം, അവിടെ നിന്ന് മറ്റുള്ളവരുടെ കാൽ കഴുകിക്കൊണ്ട് എളിമയുടെ പാഠം അവരെ പഠിപ്പിച്ചു. നിങ്ങളുടെ ഗുരുവും നാഥനുമായി ഞാനിങ്ങനെ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളും പരസ്പരം അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ശിഷ്യന്മാർ തമ്മിലുള്ള ഐക്യവും സ്നേഹവും അവരുടെ ഒരേ തരത്തിലുള്ള തലവും അവതരിപ്പിച്ചുകൊണ്ട് അവരെ ശുശ്രൂഷയുടെ വിവിധ തലങ്ങളിലുള്ള പാഠങ്ങൾ കൂടി പഠിപ്പിച്ചാണ് വേദഭാഗം സമാപിക്കുക. നമുക്ക് ഈ വേദഭാഗത്തിൻ്റെ മർമ്മങ്ങൾ ധ്യാനിക്കാം. നമുക്ക് കർത്താവിൻ്റെ ഈ തിരുവചനത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിക്കൊണ്ട് സഭയിലുള്ള നമ്മുടെ ശുശ്രൂഷകളിൽ, സഭയിൽ മാത്രമല്ല സമൂഹത്തിലും അധികാരം ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനും, അതുപോലെ തന്നെ അധികാരത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ഈ ആധുനിക സമൂഹത്തിൽ അധികാരം കിട്ടുമ്പോഴും അത് ദൈവത്തിൻ്റെ ഒരു വരമാണെന്ന് മനസ്സിലാക്കി സ്വീകരിക്കുന്നതിനും, അത് സജ്ജമാക്കി വെച്ചിരിക്കുന്നത് സ്വീകരിക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും, അത് മറ്റുള്ളവരുടെ വിമോചനത്തിന് വേണ്ടി മോചനദ്രവ്യമായി യേശു സമർപ്പിച്ചതുപോലെ സമർപ്പിക്കുന്നതിനും കൃപയും വരവും നല്ലവനായ ദൈവമേ തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സുവിശേഷം നമുക്ക് ധ്യാനിക്കാം. ദൈവം നമ്മെ ഏവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.